BJP ദേശീയ തലത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ചില സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചെടുക്കുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും പറയാറുണ്ട് ഇനി ദക്ഷിണേന്ത്യയിലേക്കാണ് എന്ന്. നരേന്ദ്രമോദിയും അമിത്ഷായും പറയുമ്പോൾ അതൊരു വെറും വാക്കായി നമുക്ക് എടുക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ചുവടുവയ്പ്പുകളാണ് അവർ പലപ്പോഴും നടത്തുന്നത്. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടും കേരളവും അവർക്കേറെ നോട്ടമുള്ള സംസ്ഥാനം തന്നെയാണ്. പല പ്രഖ്യാപനങ്ങളും BJPയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടിച്ചേർന്നുള്ള തീരുമാനത്തിൽ പുറത്തു വരുന്നത് വളരെ ഒരു സസ്പെൻസോടുകൂടിയായിരിക്കും, ഒരു സർപ്രൈസ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കുക. ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സമൂഹ മാധ്യമങ്ങളും അതുപോലെ മറ്റ് പ്രധാന മാധ്യമങ്ങളും എത്രത്തോളം പേരുകൾ പറഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാറിൽ ഗവർണറായിരിക്കുന്നു, ഏറെക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്ന. അതുപോലെ തന്നെ സക്സേന, മനോജ് സിൻഹ, തവർചന്ദ്, എന്തിന് നമ്മുടെ ഡോക്ടർ ശശി തരൂർ വരെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. ശശി തരൂർ വരട്ടെ, അത് നല്ലത് തന്നെ എന്നുള്ള രീതിയിൽ തന്നെയാണ് മലയാളികൾ എമ്പാടും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത്. പക്ഷേ ആ എല്ലാ തരത്തിലുള്ള കണക്ക് കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെയാണ്, നമ്മളെ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുന്നത്, NDAയുടെ സ്ഥാനാർത്ഥിയാകുന്നത്. നമുക്കറിയാം, എല്ലാത്തിലും പലപ്പോഴും സസ്പെൻസ് നിലനിർത്തിയിട്ടുള്ള BJP ഇപ്പോൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമു തന്നെ വരുന്നത് നമ്മൾ ആരും തന്നെ കണക്ക് കൂട്ടാത്ത തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് അതിലും നടന്നത്. മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, അദ്ദേഹം ബംഗാളിൽ ഗവർണർ ആയിരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അതും ഇതുപോലെ BJP ഒരു സർപ്രൈസാണ് സമ്മാനിച്ചത്. എന്തുകൊണ്ടാണ് BJP ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്? അത് നമ്മളെ വളരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില ചോദ്യങ്ങളാണ് അതിൽ നിന്ന് നൽകുന്നത്. ഇപ്പോൾ കണ്ണൂരില് CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായി മാറിയ ഒരാളായിരുന്നല്ലോ നമ്മുടെ രാജ്യസഭ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തു പോയത്. അങ്ങനെ മൊത്തത്തിൽ BJP ദക്ഷിണേന്ത്യയിലേക്ക് ഒരു തരംഗം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. അത്തരത്തിലുള്ള സൂചനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണനായിരുന്നു. അതുപോലെ പിന്നീട് R വെങ്കട്ടരാമനും തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. മോദിയുടെ ഭരണകാലത്ത് ഭരണപക്ഷത്ത് നിന്നുള്ള ആദ്യ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആന്ധ്രയിൽ നിന്നായിരുന്നു. പിന്നീട് അങ്ങനെ നോക്കുമ്പോൾ BJP ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ ഉപരാഷ്ട്രപതിയാണ് ഈ CP രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിന് നന്നായി മലയാളം അറിയാം. കോയമ്പത്തൂർ തിരുപ്പൂർ സ്വദേശിയാണ്. കോയമ്പത്തൂർ തിരുപ്പൂർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേരളവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അദ്ദേഹം 2-2.5 വർഷക്കാലം കേരളത്തിൽ BJPയുടെ പ്രഭാരിയായി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിൻ്റെ ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ നന്നായി മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. വളരെ ചെറുപ്പം മുതൽ തന്നെ RSSലൂടെ കടന്നു വന്നു. അദ്ദേഹം നിരവധി സ്ഥാനങ്ങളിൽ ഇരുന്നു. MP സ്ഥാനത്തിലും അതുപോലെ തന്നെ പിന്നീട് ഗവർണർ പദവിയിലുമൊക്കെ ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തില് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ
ഭരണപക്ഷം തീർച്ചയായിട്ടും NDA ആഗ്രഹിക്കുന്നത് ഒരു പ്രതിപക്ഷത്തിന്റെ കൂടെ അംഗീകാരം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ മുന്നണി പരാജയപ്പെടുമെന്ന് ഉറപ്പാണെങ്കിലും മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. ഈ CP രാധാകൃഷ്ണന്റെ ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഈ ഒരു തമിഴ്നാട് മുഖം മാത്രമല്ല, കേരളത്തിന്റെ ഒരു മുഖം കൂടിയാണ് വ്യക്തമാകുന്നത്. പേരിലും അദ്ദേഹത്തിന് ഒരു മലയാളിത്വം നിൽക്കുന്നുണ്ട്, സ്വദേശം തമിഴ്നാടാണെങ്കിൽ പോലും. അപ്പോൾ BJPയുടെ ഒരു പുതിയ ഇത്തരത്തിലുള്ള ഒരു സർപ്രൈസ്, അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി തരുന്ന ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയാണ് CP രാധാകൃഷ്ണൻ എന്ന് പറയാം. അത് ഈ ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഒരു ചലനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പാർട്ടി BJP ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത്. ഏറെക്കാലമായിട്ട് നമുക്കറിയാം തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ്. DMK, ഈ AIDMK ഇങ്ങനെ പോവുകയാണ്. അവിടുത്തെ ഒരു ദ്രാവിഡ രാഷ്ട്രീയമുണ്ട്. ആ ദ്രാവിഡ രാഷ്ട്രീയത്തിനകത്തൊക്കെ ഒരു മാറ്റം വരുത്താൻ പോവുകയാണ്. അത് BJP നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെക്കാലം മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിലും ഇതൊക്കെ വളരെ ഈ ഓരോ അടിവച്ചാണ് മുമ്പോട്ട് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നതും, അതുപോലെ തന്നെ കേരളത്തില് ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഒരു നിയമനം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും പലതും കേരളത്തിലെ BJP ഘടകത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ചില തീരുമാനങ്ങളാണ്. അതായത് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നതും വോട്ട് പിടിക്കുന്നതും ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ എത്രത്തോളം ജനകീയനായി മാറുന്നതും എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു മാനേജ്മെന്റാണ്. അത് വളരെ വ്യത്യസ്തവുമായിട്ടുള്ള ഒന്നാണ്. ഇത് നേരത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം രാജീവിനെ ഇങ്ങോട്ടേക്ക് വിട്ടത്. ഇതുപോലെ ഇപ്പൊ നമ്മളെ കണ്ണൂർ രാഷ്ട്രീയത്തില് CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ ഒരാളാണ് സദാനന്ദൻ മാസ്റ്റർ. സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തതോടുകൂടി അവിടെ ഈ രാജ്യം മുഴുവൻ തെളിയിക്കപ്പെടുകയാണ് ഈ CPMന്റെ അക്രമ രാഷ്ട്രീയം. രണ്ട് കാലുകളും നഷ്ടപ്പെട്ട് പൊയ്ക്കാലിൽ വരുന്ന സദാനന്ദൻ മാസ്റ്ററെ കുറിച്ചും സദാനന്ദൻ മാസ്റ്ററെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചില ചലനങ്ങളെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചെറിയൊരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് സദാനന്ദൻ മാസ്റ്ററെ പോലുള്ള ഒരാളെ രാജ്യസഭാംഗമാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തിലും ഏതിലും നമ്മൾ എത്ര പേരുകൾ പ്രവചിച്ചാലും അതിനെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് BJPയുടെ ഈ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഒരു പേര് പുറത്തു വരിക. അങ്ങനെ വന്ന പേര് തന്നെയാണ് CP രാധാകൃഷ്ണൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.